സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലേക്ക് CPI നാളെ കടക്കാനിരിക്കുകയാണ്. എന്നാൽ CPIയുടെ അവലോകന യോഗം ഏറെ നിർണായകമാകാൻ പോകുന്നത് CPM-നാണ്. കാരണം വൻ തോൽവിയെ തുടർന്ന് പാർട്ടിയുടെ ജില്ലാ കൌൺസിലുകളിൽ CPM-നും സർക്കാരിനുമെതിരെ ഉയർന്ന വിമർശനം സംസ്ഥാന നേതൃയോഗങ്ങളും ഏറ്റുപിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. LDF-നെ ജനങ്ങൾ അപ്പാടെ തിരസ്കരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞുപോയത്. എന്നാൽ തിരുത്തൽ നടത്തി മുൻപോട്ട് പോകുമെന്ന് പറയുന്നതല്ലാതെ ഇപ്പോഴും തുടരുന്ന പിണറായിയുടെ ധാർഷ്ട്യം അത് CPI-യെ ഏറെ ചൊടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുന്നണിയിൽ നിന്നിട്ട് എന്താണ് കാര്യമെന്ന് ചിന്തിക്കുന്നവരാണ് CPI-യിലെ ഭൂരിഭാഗം ആളുകളും. LDF-നെ ജനങ്ങൾ തിരസ്കരിച്ച തിരഞ്ഞെടുപ്പാണ് നടന്നതെന്ന വികാരമാണ് ജില്ലാ കൌൺസിലുകളിൽ ഉയർന്നത്. പ്രധാന കാരണങ്ങൾ സർക്കാരിന്റെ പ്രവർത്തന ദൗർബല്യങ്ങളും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരവും ആണെന്നതുമായിരുന്നു അഭിപ്രായം. റിവ്യൂ റിപ്പോർട്ട് 14 ജില്ലകളിൽ നിന്നും നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവ ചേർത്താണ് സംസ്ഥാനതല റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതോടെ CPM മുഖ്യമന്ത്രി വിമർശനങ്ങൾ സംസ്ഥാനതല റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നത് ഉറപ്പായി. CPM ജില്ലാ കമ്മിറ്റികളിൽ തന്നെ ഉയർന്ന രൂക്ഷ വിമർശനങ്ങൾ CPI-ക്ക് ആവേശം കൂട്ടും. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി കമ്മിറ്റിയുടെ ഔദ്യോഗിക നിലപാട് എന്തെന്ന് CPI LDF നേതൃത്വത്തെ അറിയിക്കും. CPI എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. സർക്കാരിനെ വിമർശന കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇത് CPI-യുടെ ഊഴമാണ് അവർ തീരുമാനിക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM വിദ്യാർത്ഥി സംഘടനയായ SFI-ക്ക് നേരെ സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ ഭാവിയിൽ ബാധിതയാകുമെന്ന മുന്നറിയിപ്പാണ് ബിനോയ് വിശ്വം CPM-ന് നൽകിയത്. എന്നാൽ ആർക്കാണ് സഖാവെ തെറ്റുപറ്റാത്തത്, മനുഷ്യരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് SFI-യെയും CPM-നെയും സംരക്ഷിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറിക്ക് മറുപടിയുമായി മുൻ MP-യും CPM നേതാവുമായ NN കൃഷ്ണദാസ് മുൻപോട്ടും വന്നു. ബിനോയ് വിശ്വം AISF നേതാവായിരിക്കുന്ന കാലത്ത് പാലക്കാട് ചിറ്റൂർ കോളേജിൽ നടത്തിയ SFI വിമർശനം ഓർത്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കൃഷ്ണദാസിന്റെ പ്രതികരണം. കൗമാര യൗവനാരംഭ പ്രായത്തിലുള്ളവരുടെ വലിയൊരു പ്രസ്ഥാനം ഈ പുതിയ സാഹചര്യത്തിൽ മുൻപോട്ട് പോകുമ്പോൾ തിരുത്തപ്പെടേണ്ട ചില പിശകുകളൊക്കെ സംഭവിച്ചെന്നിരിക്കാം. കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പിശകുകൾ തിരുത്തുന്ന രീതി ബിനോയ് വിശ്വത്തിന് അറിയാത്തതാണോ എന്നും കൂടി അദ്ദേഹം ചോദിച്ചിരുന്നു. എന്നാൽ വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല SFI-യും CPM-ഉം എന്ന് മുതിർന്ന നേതാവ് AK ബാലൻ ബിനോയ് വിശ്വത്തോട് എതിർപ്പ് അറിയിച്ചത്. ഈ സംഭവവികാസങ്ങളെല്ലാം നടന്ന് ഒരു ദിവസം പിന്നിട്ടപ്പോൾ SFI CPI വിവാദത്തിൽ CPI വിദ്യാർത്ഥി സംഘടനയായ AISF-ന് പിന്നാലെ യുവജന സംഘടനയായ AIYF-ഉം ബിനോയ് വിശ്വത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. SFI-യെ കുറിച്ച് ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണം കാലഘട്ടം ആവശ്യപ്പെടുന്ന അഭിപ്രായമാണെന്നും വസ്തുതാപരമായ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതിന് പകരം മാധ്യമ സൃഷ്ടിയായി വ്യാഖ്യാനിച്ച് ബിനോയ് വിശ്വത്തെ വിമർശിച്ച SFI-യുടെ നിലപാട് അപലപനീയമാണെന്നാണ് AIYF നേതൃത്വം പറഞ്ഞത്. ഇങ്ങനെ വേറിട്ട അഭിപ്രായങ്ങൾ നടത്തി CPM-നെ എപ്പോഴും പ്രതിക്കൂട്ടിലാക്കുന്ന CPI നിലപാടുകൾ ഇടതുപക്ഷത്തിൽ ഭിന്നത അല്ലെങ്കിൽ ഒരു പിളർപ്പ് തന്നെ വഴിവെച്ചേക്കുമോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് അങ്ങിങ്ങായി ഇപ്പോൾ പുറത്തുവരുന്നത്. LDF-ലെ ഘടകകക്ഷിയായ INL-ന്റെ കാസർഗോഡ് ജില്ലാ നേതൃയോഗത്തിലാണ് CPM-നെതിരെ അവസാനമായി രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത്. LDF-ന്റെ യോഗത്തിൽ പോലും അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ മുന്നണിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്നാണ് നേതാക്കളുടെ നിലപാട്. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് ചേർന്ന INL കാസർഗോഡ് ജില്ലാ നേതൃയോഗത്തിലാണ് CPM-നെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ജനപ്രതിനിധികൾ അടക്കമുള്ള INL നേതാക്കൾ വിമർശനം ഉന്നയിച്ചത്. INL രണ്ടായി പിളർന്നതോടെ രണ്ട് സംഘടനകളെയും പരസ്പരം തമ്മിലടുപ്പിച്ച് കാര്യം നേടാനാണ് CPM ശ്രമിക്കുന്നതെന്ന ആരോപണവും യോഗത്തിൽ ഉയർന്നു. LDF യോഗങ്ങളിൽ പോലും മതിയായ പരിഗണന നൽകിയില്ല. സംഘടനയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ വിഭാഗത്തെയും ചേർത്ത് നിർത്തിയാലേ യോഗത്തിൽ പരിഗണിക്കാനാവൂ എന്നത് എന്ത് ന്യായമാണെന്നും അംഗങ്ങൾ ചോദിച്ചു. ചെറിയൊരു ഘടകകക്ഷിക്ക് പോലും 9 വീതം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്. എന്നാൽ INL-ന് അനുവദിച്ചത് 2 എണ്ണം മാത്രമാണ്. മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെ പോലെ പാർട്ടിയെയും പരിഗണിക്കാൻ LDF-ൽ സമ്മർദ്ദം ചെലുത്തണം. അല്ലാത്ത പക്ഷം മുന്നണി വിടുന്നതാണ് നല്ലതെന്നുമാണ് നേതാക്കളുടെ പക്ഷം. പാർട്ടിയിൽ നിന്നും വീണ്ടും അവഗണന തുടർന്നാൽ രണ്ടാമതൊന്നും ആലോചിക്കാൻ തയ്യാറായേക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് INL നൽകുന്നത്. ഇതിനു മുൻപ് നടന്ന CPI മലപ്പുറം ജില്ലാ ക്യാമ്പിലും CPM-നെ പ്രതിരോധത്തിലാക്കുന്ന വിധമുള്ള നിലപാടും വിമർശനങ്ങളുമാണ് നേതൃത്വം ഉയർത്തിയത്. CPM തിരുത്തിയില്ല എങ്കിൽ ഇടതുമുന്നണി പൊളിയുമെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ CPM-നെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുകയാണ് CPI. കൂടാതെ CPM ഇപ്പോൾ തുടരുന്ന നിലപാട് തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ CPM-നെ പ്രതിരോധത്തിൽ ആക്കുന്ന നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പിളർപ്പിലേക്ക് തന്നെ വഴിവെക്കുമെന്നുള്ള മുന്നറിയിപ്പും
CPI നൽകി കഴിഞ്ഞു. CPM ഇപ്പോൾ തുടരുന്ന ശൈലി തന്നെ പിന്തുടരുകയാണെങ്കിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്ന് പൊന്നാനിയിൽ നിന്നുള്ള ഒരു അംഗം വേറിട്ട ഒരു ആവശ്യവും കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിലേക്ക് എന്തുകൊണ്ട് ചേക്കേറി കൂടാ എന്നുള്ള തലത്തിലേക്ക് വരെ CPI ചിന്തിക്കുന്നു എന്ന് വരുമ്പോൾ എത്ര കഠിനമായാണ് CPMന്റെ പതിവ് ശൈലികളെ, ധാർഷ്ട്യത്തെ, മറ്റു പല നിലപാടുകളെ വീക്ഷിക്കുന്നത്, നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. രാജ്യവ്യാപകമായി കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം മറിച്ചൊരു നിലപാട് എടുക്കുന്നത് എന്തിന്? ഇങ്ങനെയാണ് CPI നേതാവ് ഉന്നയിച്ച ചോദ്യം. CPM അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമെന്നും പ്രതിനിധികൾ പറഞ്ഞു. എന്നാൽ മുന്നണി വിട്ടുപോകുന്ന തരത്തിലുള്ള ആത്മഹത്യാപരമായ ഒരു തീരുമാനം CPI സ്വീകരിക്കില്ല. SFIയുടെ സമര പോരാട്ടം CPI ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അവർക്കത് നന്നായി അറിയാമെന്ന് പറഞ്ഞ് ഇത്തരം വാദങ്ങളെ ചെറുക്കുന്നവരുമുണ്ട്. SFIയുടെ അക്രമങ്ങൾക്കെതിരെ പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയ വാക്കുകളേക്കാൾ അതിതീവ്രമായാണ് ബിനോയ് വിശ്വം ആഞ്ഞടിച്ചത്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPMനെയും മുഖ്യമന്ത്രിയെയും പരമാവധി പ്രകോപിപ്പിച്ചപ്പോഴും CPI മന്ത്രിമാരും MLAമാരും സമ്പൂർണ്ണ നിശബ്ദതയിലായിരുന്നു. അതിന് പിന്നാലെയാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമുണ്ടായത്. പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നതിലും മൂർച്ചയുള്ള വിമർശനങ്ങളുമായാണ് CPIയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ബിനോയ് വിശ്വം തൊടുത്തുവിടുന്നത്. അത് CPM നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിയാണ് സൃഷ്ടിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിൽ വടി കൊടുക്കുന്നതിന് തുല്യമാണ് CPI നിലപാടെന്നാണ് CPM കരുതുന്നത്. ഇങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന വിലയിരുത്തലാണ് തിരഞ്ഞെടുപ്പ് അവലോകനത്തിന് ചേരുന്ന മേഖലാ യോഗങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വരുന്നത്. അതേസമയം മറുവശത്ത് ഒന്നും തിരുത്താനില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. എങ്ങനെ തോറ്റു എന്ന് തുറന്നടിച്ചു പറയുകയാണ് CPI നേതാക്കളും അണികളും. ഇനി തിരുത്തലിന് തയ്യാറായില്ല എങ്കിൽ CPI കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാനുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അണിയിൽ നിലവിലുണ്ട്. നിലവിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറയിൽ ഇളക്കമുണ്ടോ എന്ന ചോദ്യം പാർട്ടി സ്വയം ചോദിച്ചേ തീരൂ. ഇതിനു പുറമെ CPIയുടെ മറ്റൊരു ഘടകകക്ഷിയായ INLന്റെ നേതൃയോഗത്തിൽ കൂടി രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നതോടെ ഇനിയും മുന്നണിയിൽ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, തങ്ങൾക്ക് ഒരു ഗുണവും ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് അത് പരസ്യമായി കൂടി പ്രഖ്യാപിച്ചതോടെ ഇപ്പോൾ CPMന് ആശങ്കപ്പെടാൻ കാരണങ്ങൾ നിരവധിയാണ്.